അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കൊക്കെ നല്ല ഇഷ്ടമാണ് നല്ല നല്ല ക്ലാസ് കേൾക്കണത്. അറിവില്ലാത്ത പലതും നമുക്കിങ്ങനെ പറഞ്ഞു കേൾക്കണൊക്കെ വലിയ ഇഷ്ടമാണ്. അത് കേൾക്കാൻ എന്തൊരു രസമല്ലേ. നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്നതും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു വിഷയമുണ്ട്, മരണം. അത് മാത്രം പറയരുത്, ബാക്കി എന്ത് ഉസ്താദ് പറഞ്ഞു അത് ചിന്തിക്കാൻ കഴിയില്ല, അത് രസമില്ല. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പറഞ്ഞു പോകുന്നൊരു വർത്താനാണത്. മരണം അതെന്തായാലും നടക്കും, അത് അപ്പോൾ നോക്കാം. അത് ചിന്തിക്കാനേ കഴിയുന്നില്ല. പക്ഷെ ചിന്തിക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ അവസാന കാലഘട്ടത്തിൽ എന്റെ സമുദായത്തിന് വഹിന് തന്നെ രോഗം വരും. വഹിന് വന്ന എന്താ രോഗത്തിന്റെ ലക്ഷണം എന്താ അറിയോ? പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അപഹസിച്ച് കളിയാക്കി പുച്ഛിച്ച് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരിഹസിക്കുന്ന ഒരു കാലഘട്ടം. ഒരു സുപ്രയിന്ന് ഭക്ഷണം ഒറ്റിയെടുക്കുന്നത് പോലെ മുസ്ലിങ്ങളെങ്ങനെ നശിപ്പിക്കാൻ നാനാഭാഗത്തും ശ്രമിക്കുന്നൊരു കാലഘട്ടം വരുന്നു എന്ന് പറഞ്ഞപ്പോ അത് കേട്ടിട്ട് റസൂലുള്ളാഹിക്ക് അത് പറഞ്ഞുകൊണ്ട് റസൂൽ സുജൂദ് വീണ് കരയാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്താണ് അങ്ങനെ വരാൻ കാരണം? അന്ന് മുസ്ലിങ്ങൾ കുറവായിരിക്കോ, ന്യൂനപക്ഷമായിരിക്കോ, ബഹുഭൂരിപക്ഷം ഉണ്ടാവുമോ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ബല്ലക്സറുഹും, അവര് ബഹുഭൂരിപക്ഷം ഉണ്ടാവും. പക്ഷെ വലാക്കിന്നഹും ഇസ്സൈൽ, മലവെള്ളപ്പാച്ചിലിൽ ഒലിക്കുന്ന ചപ്പു ചവറുകളെ പോലെ ഒന്നിനും കൊള്ളാത്തൊരു വിഭാഗമായി മാറും. വഹിനി എന്ന രോഗം അവർക്ക് പിടിപെടും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, മൽ വഹിനു യാ റസൂലല്ലാഹ്, എന്താണ് ഹബീബെ വഹിന് എന്ന് പറഞ്ഞാൽ? വഹിന് എന്ന രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഹബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുന്യാവിനോടുള്ള പ്രേമം. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മരണത്തോടുള്ള വെറുപ്പും. ഈ രണ്ട് കാര്യം എന്റെ സമുദായത്തിന് പിടിപെട്ടാൽ പിന്നെ എന്റെ സമുദായത്തിന്റെ കാര്യം എടുക്കാനില്ല. മരണത്തോട് വെറുപ്പ് എന്ന് പറയുമ്പോഴേ എന്തപ്പോ വെറുപ്പ് വെച്ചിട്ട് കാര്യം? നമ്മൾ പോവില്ലേ? ഉറപ്പല്ലേ? ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ ഉപ്പ ഉണ്ടെവിടെയെന്ന് ചോദിച്ചു. അപ്പോ ഉപ്പ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പ മരിച്ചോന്ന് ചോദിച്ചപ്പോ എന്താ ആളെ വന്ന് തെറി പറയണ്? ഉപ്പ വേറെ പുറത്തേക്ക് പോയതാന്നല്ലേ പറഞ്ഞത്, തെറി പറയാം. അപ്പൊ മരണം എന്ന് പറഞ്ഞൊരു തെറിയായിട്ടാ കാണുന്നത്. സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, മരണം നമുക്ക് അനുഗ്രഹമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, മരണം വലിയൊരു അനുഗ്രഹമല്ലേ? അള്ളാഹു ചെയ്ത നിഅമത്തിൽപ്പെട്ട നിഅമത്തല്ലേ മരണം? ഈ ലോകത്ത് എല്ലാരും മരിക്കാതിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? നമ്മളെ വല്ലിപ്പിയും വല്ലിപ്പാന്റെ വല്ലിപ്പിയും ഒക്കെ കൂടിയ വല്യമ്മയും വല്യമ്മാന്റെ വല്യമ്മയും എല്ലാരും കൂടി ഇപ്പോഴും മരിക്കാതിരുന്നിരുന്നെങ്കിൽ നമുക്ക് കാല് കുത്താൻ സ്ഥലം കിട്ടുമോ? നമുക്ക് താമസിക്കാൻ സൗകര്യം ഉണ്ടാവുമോ? നമുക്ക് വീടുണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും മരിച്ചു പോണ്, വേറെ ആള് വരണ്. അതൊരു വലിയ സംഭവം തന്നെയാണ്, ഒരു നിയമത്ത് തന്നെയാണ്. മരണം എന്നതേ ഒരു നിയമത്ത് തന്നെയാണ്. നമ്മളിവിടെ നല്ലൊരു പുരണ്ടാക്കി, കുറെ കഴിയുമ്പോൾ നമ്മള് വയസ്സായി, നമ്മളെ മക്കൾ അവിടെ താമസിക്കണം, നമ്മള് മരിച്ചു പോണ്. പിന്നെ കഴിഞ്ഞിട്ട് ആ മക്കള് പിന്നെ മരിച്ചു പോണ്. ഇങ്ങനെ എല്ലാരും കൂടി മരിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പൊ മരണം ഒരു അനുഗ്രഹം തന്നെയാണ്. അതാരും മരണം അനുഗ്രഹമല്ല എന്നൊന്നും വിചാരിക്കണ്ട. അപ്പൊ ദുന്യാവിനോടുള്ള അമിതമായ പ്രേമവും മരണത്തോടുള്ള വെറുപ്പും നമ്മുടെ സമുദായത്തിന് പിടിപെട്ടാൽ കഴിഞ്ഞു കഥ. പിന്നെ അവന്റെ മുന്നിൽ നല്ലതൊന്നും പറഞ്ഞു കൊടുത്താൽ നന്നാവൂല, അവന്റെ മുന്നിൽ ഒന്നും നടക്കൂല. ആഫ്റ്റർ ഡെത്ത് ഈസ് ഇമ്മോർട്ടൽ. മരണത്തിന് ശേഷമുള്ള ജീവിതം ഇമ്മോർട്ടലായ ഒരു ജീവിതം വരാനുണ്ടെന്നും
ലൈഫ് ഈസ് മോർട്ടൽ, ഇപ്പത്തെ ഈ ലൈഫ് മോർട്ടലാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഇടയിൽ ആരെയും വലുത് പറഞ്ഞു തരണോ? വേണ്ട. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് വമൻ അറാദ വാഴിലൻ ഫൽ മൗത്തു യക്ഫി. വയത് കേൾക്കാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഫൽ മൗത്തു യക്ഫി, മരണത്തെക്കുറിച്ച് ഓർത്താൽ മതിയടോ. പിന്നെന്തിനാ കുറെ വയത് കേൾക്കണ്? ഈ ബോഡി പോവും, നശിക്കും, ഒരവസ്ഥ വരാനുണ്ട്. അത് എനിക്കൊക്കെ എപ്പോഴേ വരിക പറയാൻ പറ്റൂല. പ്രവാസ ജീവിതത്തിൽ നിന്നാണോ അതല്ല പുറത്തുനിന്നാണോ, എപ്പോഴാണ്, നേരം വെളുക്കോ വൈകുന്നേരം ആവുമോ? ഒക്കമ്മിൻ ഫതയും സീവയുസ്ബീഹു ആമിന വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി വകമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകമ്മിൻ സഖീമിൻ ആശ ദഹ്റൻ ലാ ദഹ്രി. എത്ര എത്ര ചെറുപ്പക്കാരാണ് നേരം വെളുക്കണ്, വൈകുന്നേരമാവണ്, ജോലി ചെയ്യണ്, വരണ്, പോണ്, ഇല്ലേ? ഒന്നും ചിന്തിക്കണില്ലല്ലോ. ഒക്കത് നുസിജത്ത് അക്ഫാനുഹു വഹുവലായതിരി, ഓന്റെ കഫമ്പൂടെ അടുത്ത തുണിക്കടയിലുണ്ട് എന്നുള്ള വിവരം ഓൻ അറിയണില്ലല്ലോ. സത്യല്ലേ അത്? എത്ര അനുഭവം നമ്മള് കാരണം പെരയിൽക്കൊണ്ട് വന്നു, ഇതിലൂടാണ്ട് പോയി, 30 മരിച്ചു. അത് പറഞ്ഞ തുണിക്കടന്റെ അടുത്തുനിന്നാ കേൾക്കണത്. ആ തുണിക്കടയിൽ നിന്നാണോ അവന്റെ തുണിക്ക് പുതിയ തുണി എടുക്കണത്. ഒക്കത് നുസിജത്ത് അക്ഫാനുഹു വഹുവലായതിരി, ഓന്റെ തുണിക്കട അവന്റെ തുണി നെയ്തിപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അവനെ അറിയണില്ല. ചിലപ്പോ ആ തുണിക്കടയിലാവൂല, വേറെ ഏതെങ്കിലും തുണിക്കടയിലാവും. സംഗതി അവിടെ ഉണ്ട്, എന്നെ പുതിയ തുണിയ ഒരു സ്ഥലത്ത് റെഡിയാണ്, അന്ന വിവരം അവനെ അറിയുന്നില്ല. വകമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകമ്മിൻ സഖീമിൻ ആശ ദഹ്റൻ ലാ ദഹ്രി. എത്ര എത്ര ആരോഗ്യമുള്ള ആൾക്കാരാന്നറിയ പെട്ടെന്ന് മരിച്ചോണ്, ഒരു കാര്യമില്ലാതെ. സൈലന്റ് അറ്റാക്ക്, പിന്നെ ആക്സിഡന്റ്, പെട്ടെന്ന് മരിച്ചോളൂ. വകമ്മിൻ സഖീമിൻ ആശ ദഹ്റൻ ലാ ദഹ്രി. രോഗികളോ കിടന്നങ്ങനെ മരിക്കാതെ കിടന്ന് നരകിച്ച് കിടക്കണം. ഇതൊന്നും എന്റെ മുന്നിൽ കാണാനില്ലേ? പക്ഷെ എന്റെ കണ്ണിൽ എന്താ പറ്റാത്തറിയോ? ദുന്യാവിനോടുള്ള ഈ പ്രേമം കൊണ്ട് എനിക്കതാണ്ട് ഉൾക്കൊള്ളാൻ കഴിയണില്ല. അതാണ് പ്രശ്നം. അള്ളാഹുവേ, മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊരു മനസ്സിന് സന്തോഷാന്നറിയോ, ഇതൊരു ഹാപ്പിനെസ്സാ കിട്ടുകയെന്നറിയോ ജീവിക്കാൻ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.